ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 2 ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലോവർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്, നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. നമ്മുടെ ലോവർ ചെസ്റ്റിനെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ താഴ്ഭാഗം, ഓക്കെ, നമ്മുടെ ചെസ്റ്റുകളുടെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ലോവർ ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഭാഗം ഷേപ്പായാൽ മാത്രമാണ് നമ്മുടെ ചെസ്റ്റിന് മൊത്തത്തിൽ ഒരു നല്ല ഒരു ഷേപ്പായിട്ട് തോന്നിയുള്ളൂ. അപ്പം ആ ലോവർ ചെസ്റ്റിനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനുള്ള വർക്കൗട്ടുകളാണ്, ഡംബിൾസ് വെച്ച് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, അടിപൊളി വർക്കൗട്ടുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഞാനിന്ന് 5 വർക്കൗട്ടുകളാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഡംബിൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ലോവർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾ ആദ്യമേ ഇതേ കണക്ക് കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ ബോഡി ഇതേ കണക്കൊന്ന് ആർച്ച് രൂപത്തിലോട്ട് കൊണ്ടുവരിക. ഒരുപാട് നിങ്ങളുടെ നട്ടെല്ലൊന്ന് വിളച്ചു കൊടുക്കരുത്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങൾ ഡംബിൾസ് ഇതേ കണക്ക് ഉയർത്തുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇതേപോലെ ചെയ്യുക. ഡംബൽ ചെസ്റ്റ് പ്രസ്സാണ് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കൈകൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഫ്ലോറിൽ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. എൽബോ കേട്ടോ, മാക്സിമം ഫ്ലോറിൽ തട്ടിക്കുക. അതിനുശേഷം മുകളിലോട്ട് ഉയർത്തുമ്പം നല്ല രീതിയിൽ ചെസ്റ്റ് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ലോവർ ചെസ്റ്റിനെ ഷേപ്പാക്കാൻ പറ്റിയ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതൊരു 3 സെറ്റ് ചെയ്യാം. ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റൊക്കെ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഡംബൽ വർക്കൗട്ട് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ബോഡിയെ കണക്ക് ആർച്ച് രൂപത്തിലോട്ട് കൊണ്ടുവരിക ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ 2 ഡംബലുകളും ഇതേ കണക്ക് ചേർത്ത് പിടിക്കുക. ഇതേപോലെ ചേർത്ത് പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴോട്ട് നിങ്ങളുടെ ചെസ്റ്റിൽ കൊണ്ടുവന്നിട്ട് മുട്ടിക്കുക. ഓക്കെ, ഇതേ കണക്ക് മാക്സിമം മുകളിലോട്ട് ഉയർത്തുമ്പോൾ നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക. ഓക്കെ, സ്ക്വീസ് ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതും നിങ്ങളുടെ ലോവർ ചെസ്റ്റിന് നല്ല വർക്കൗട്ടാണ്. ലോവർ ചെസ്റ്റിനെ നല്ല ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ള ഡംബിൾസ് ഒന്നും ഉപയോഗിക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഡംബിൾസ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം, ഒരു 15 റെപ്സിൻ്റെ. അപ്പോൾ ഞാൻ മൂന്നാമത്തെ വർക്കൗട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, മിക്കവാറും ആൾക്കാരൊക്കെ അപ്പർ ചെസ്റ്റിനും മിഡിൽ ചെസ്റ്റിനും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ലോവർ ചെസ്റ്റിനെ വർക്കൗട്ട് ചെയ്യാറില്ല. അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ബോഡിയെ ആർച്ച് രൂപത്തിലോട്ട് കൊണ്ടുവരിക ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചെസ്റ്റ് പ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ എൽബോ ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കൈ വരുന്ന കണക്ക് എൽബോ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് ഇതേപോലെ ചെയ്യുക. ഓക്കെ, മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിച്ച് താഴോട്ട് ഇറക്കുക. നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക മുകളിലോട്ട് ഉയർത്തുമ്പോൾ. ഓക്കെ, നമ്മുടെ ചെസ്റ്റിലോട്ട് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുക. ഇതും നിങ്ങളുടെ ലോവർ ചെസ്റ്റിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾക്കിത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാം. അപ്പം ലോവർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ മിക്കവാറും ആൾക്കാർ ഒന്നും തന്നെ ചെയ്യാറില്ല, അത് പാടില്ല. നമ്മൾ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടും വർക്കൗട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം അടുത്ത നമ്മുടെ ലോവർ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റിവേഴ്സിൽ ഡംബൽ പിടിക്കുക. ഓക്കെ, ഇതേപോലെ റിവേഴ്സിൽ നിങ്ങൾക്ക് ഡംബിൾസ് പിടിക്കാം. ആർച്ചിൻ്റെ രൂപത്തിലോട്ട് വരിക ഇതേപോലെ. അതിനുശേഷം നിങ്ങൾ പതുക്കെ താഴോട്ട് കൊണ്ടുവരിക ഡംബിൾസ് ഇതേപോലെ. സ്ക്വീസ് കണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണിതും. ഇതും നിങ്ങൾക്കൊരു 3 സെറ്റൊക്കെ ചെയ്യാവുന്നതായിരിക്കും. നിങ്ങൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ഈ 5 വർക്കൗട്ടുകളും ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു 3 വർക്കൗട്ടുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂളിനകത്ത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എൽബോ ഒന്ന് ഫ്ലോറിലിങ്ങനെ മുട്ടിക്കണം. ഓക്കെ, എന്നുവെച്ചാൽ മാക്സിമം താഴോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് ഫോഴ്സ് ചെയ്ത് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട്. ഇനി നമുക്ക് 5ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം ഞാനിതിനകത്ത് ബ്രീത്തിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ മിക്കവാറും വീഡിയോകളിലൊക്കെ ഈ വർക്കൗട്ടിൻ്റെ ബ്രീത്തിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് തന്നെ. ഇന്നത്തെ വീഡിയോയിൽ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറയുന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം വീണ്ടും നമ്മൾ ആർച്ച് രൂപത്തിലോട്ട് വരുന്നു അടുത്ത വർക്കൗട്ടിലും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന 2 വർക്കൗട്ടുകൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ചെസ്റ്റ് ഫ്ലൈസ് ചെയ്യുന്നു ഇതേപോലെ. അതിനുശേഷം നമ്മൾ ഡംബൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതേ കണക്ക് ക്ലോസ് ഗ്രിപ്പ് പ്രസ് ചെയ്യുകയാണ്. സ്ക്വീസ്, വീണ്ടും പതുക്കെ താഴോട്ട് സ്ട്രെച്ച്, എൽബോ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. സ്കീസ് വീണ്ടും താഴോട്ട് ഇതേ കണക്ക് മാക്സിമം വളരെ പിടിച്ച് കൺട്രോൾ ചെയ്ത് താഴോട്ട് ഡമ്പൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതേ കണക്ക് തന്നെ നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ചെസ്റ്റ് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ലോവർ ചെസ്റ്റിന് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 5 വർക്കൗട്ടുകൾ. ഡംബിൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അടിപൊളി വർക്കൗട്ടുകളാണ്, വളരെ എഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 5 വർക്കൗട്ടുകൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഈ വർക്കൗട്ടോടെ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് തരാൻ മറന്നു വരുന്നത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക.